സ്കൂള് വിട്ട് നേരെ പാടത്തേക്ക് വന്ന സന്തോഷാണ് കേട്ടാ രണ്ടുപേർക്കും. ചേട്ടനെ കൂട്ടാൻ ഇന്ന് അമ്മണിക്കുട്ടിയും സ്കൂളിലേക്ക് പോയിരുന്നു കേട്ടാ. അച്ഛന് പാടത്തേക്ക് വരേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും നേരെ പാടത്തേക്ക് പോന്നു കേട്ടാ. സ്കൂള് വിട്ട് വൈകിട്ട് വരുമ്പോ ഹെൽത്തി ലഡു ഉണ്ടാക്കി വെക്കണേ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് അപ്പുണ്ണി സ്കൂളിൽ പോയത് കേട്ടാ. ഹെൽത്തി ലഡു അമ്മ അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് രണ്ടുപേർക്കും അറിയില്ല കേട്ടോ. പക്ഷേ രണ്ടുപേർക്കും ഇത് വലിയ ഇഷ്ടം. അപ്പോ നമുക്ക് ഇന്നത് ഉണ്ടാക്കിയാലോ. അമൃതം പൊടിയോടൊപ്പം ഞാൻ കുറച്ച് റാഗിപ്പൊടിയും കൂടെ ചേർക്കൂട്ടോ. കുറച്ച് റാഗിപ്പൊടി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം റോസ്റ്റ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. റാഗിപ്പൊടിയേക്കാൾ കുറച്ച് കൂടുതൽ അളവില് അമൃതം പൊടിയും നമുക്ക് ഇതുപോലെ ചൂടാക്കിയെടുക്കാം. അമൃതം പൊടി നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കൂട്ടത്തില് നമ്മുടെ മക്കള് കഴിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ അത് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പംകിൻ സീഡും കുറച്ച് ബദാം കുറച്ച് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതും അതുപോലെ നമുക്കൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും ചെറിയൊരു ഏലക്കായും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചൂടാക്കിയെടുത്ത റാഗിയും ചൂടാക്കിയെടുത്ത അമൃതം പൊടിയും ക്രഷ് ചെയ്തെടുത്ത നട്ട്സിന്റെ പൗഡറും അതുപോലെ കുറച്ച് നാളികേരം കൂടെ ചേർത്ത് ശർക്കരപ്പാനിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. മധുരത്തിന് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ശർക്കരപ്പാനി ഒഴിച്ച് പൊടി നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നനവ് പോരെങ്കിൽ നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ലഡു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ.